പപ്പയുടെയും മമ്മിയുടെയും ദുഃഖങ്ങൾക്ക് എൻ്റെ മോൾ ഇന്നോളം വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലല്ലോ. എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടായിട്ട് ഞാനവിടെ? ആശുപത്രിയിലേക്കുള്ള ചോറ് മതി തികഞ്ഞില്ല. ഒടുവിൽ ഞാൻ ഹോട്ടലിൽ നിന്ന് മേടിച്ചു കൊടുക്കേണ്ടി വന്നു. അവിടെ കാശും കൊടുത്തിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫിലിപ്പോസേ. ഞങ്ങൾ തന്നെ തോറ്റു തന്നേക്കാം. സ്വന്തം മോടെ മുമ്പിലല്ലേ. സാരമില്ല. ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇനിയും നിന്റെ മനോഭാവത്തിന് മാറ്റം ഉണ്ടാകാത്തതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. പപ്പയുടെയും മമ്മിയുടെയും ദുഃഖങ്ങൾക്ക് എൻ്റെ മോൾ ഇന്നോളം വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ ആകാൻ പറ്റില്ല കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല. നിനക്ക് എപ്പോ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ തന്നെ. ഇതെന്ത് സംസാരം അച്ചായ? ഇങ്ങനെയാണോ? തീരുമാനം എന്താണെങ്കിലും ഉടനെ വേണം. ഇനി ഇങ്ങനൊരു ക്ഷണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. നീ വാ മോളെ. പപ്പയുടെ സ്വഭാവം നിനക്കറിയാലോ. സങ്കടം കൊണ്ടാ. നീ എന്താ മോളെ ഒന്നും പറയാത്ത? ഇനിയും ഞങ്ങളെ സങ്കടപ്പെടുത്താനാണ് നിന്റെ ഭാവം. ഞങ്ങൾ വന്നോളാം മമ്മി. മമ്മി ഇപ്പൊ വെക്കൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ? തീർച്ചയായിട്ടും ഞങ്ങൾ വരും മമ്മി. വരാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതിനു മുമ്പ് എനിക്ക് മദറിനോട് ചോദിക്കണം. ഓർഫനേജിലെ മറ്റുള്ളവരോട് ചോദിക്കണം. സഭയ്ക്ക് കത്ത് കൊടുക്കണം. ഞങ്ങൾ വരും. മമ്മി സമാധാനമായിട്ട് വെക്കോ? പപ്പ. മമ്മി പപ്പയോട് പറഞ്ഞാൽ മതി. കാര്യം പറഞ്ഞാൽ പപ്പയ്ക്ക് മനസ്സിലാവുമല്ലോ. കരയാതെ മോളെ. ഞാൻ സിസ്റ്ററെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു. എന്താ ടീച്ചറെ വിശേഷിച്ച്? ടീച്ചർക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതല്ല, ഞാൻ പോയാലോ എന്ന് ആലോചിക്കുക. എവിടേക്ക്? വീട്ടിലേക്കോ? അവിടേക്ക് പോയിട്ട് ഇനി എന്തിനാ സിസ്റ്ററെ? എനിക്കിനി അവിടെ കഴിയാൻ പറ്റില്ല. മാത്രമല്ല, എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടായിട്ട് ഞാനവിടെ? പിന്നെ
പിന്നെ എങ്ങോട്ടാണ് ടീച്ചർ പോകാൻ പോകുന്നത്? അറിയില്ല സിസ്റ്ററെ. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ല. എങ്കിൽ പിന്നെ ടീച്ചർക്ക് ഇവിടെ താമസിച്ചൂടെ? ഒന്നുമില്ലെങ്കിലും ടീച്ചർക്ക് ഈ ഒറ്റപ്പെടലിൽ നിന്നും നിരാശയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇവിടെ കുട്ടികളുണ്ടല്ലോ. അതിനേക്കാൾ ഉപരി സ്നേഹമോളില്ലേ ടീച്ചറെ? ഒക്കെ ശരിയാണ്. എന്നാലും വേണ്ട സിസ്റ്ററെ, എനിക്ക് പോയേ പറ്റൂ. മരണത്തിലേക്ക് അല്ലേ? പോയിക്കോളൂ ടീച്ചർ, എവിടേക്ക് വേണേലും പോയിക്കോളൂ. പക്ഷേ അതിനു മുമ്പ് ഇതുകൂടി ഒന്ന് കേൾക്കണം. ടീച്ചർക്കറിയോ, ഒരിക്കൽ ഞാനും ഇങ്ങനൊരു തീരുമാനം എടുത്തതാണ്. ഒറ്റയ്ക്കല്ല. ഒന്നും അറിയാത്ത പാവം എൻ്റെ കുഞ്ഞനിയൻ റോയിമോനും ഒപ്പം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് 13ഉം റോയ് കുഞ്ഞിന് 7 വയസ്സ് പ്രായം. അപ്പച്ചനും അമ്മച്ചയും ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് പോയിട്ട് അധിക നാളുകളായിരുന്നില്ല. ടീച്ചർ ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രായമറിഞ്ഞ ഒരു പെൺകുട്ടി, അതും ആശ്രയത്തിനായി ഒരു കുഞ്ഞനിയൻ മാത്രമായിട്ട് ഈ സമൂഹത്തിൽ. ഞങ്ങളുടെ ആ കൊച്ചു വീട്ടിൽ പേടിച്ചരണ്ട് പല രാത്രികളിലും ഞാൻ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. ഒടുവിൽ രക്ഷകനായി എത്തിയ ചിറ്റപ്പൻ പോലും എൻ്റെ ശരീരത്തിന് വില പേശിയപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി ടീച്ചർ. ഈ സമൂഹത്തിൽ എനിക്ക് എന്നെ കാത്തു സൂക്ഷിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായിരുന്നു. എൻ്റെ കുഞ്ഞനിയൻ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു അഴുക്ക് ചാലിലേക്ക് എടുത്തെറിയപ്പെട്ടേക്കുമെന്ന് ഞാൻ ഭയന്നു. പിന്നെ ഒട്ടും വൈകിയില്ല. ഞങ്ങൾ മരിക്കാൻ തന്നെ തീരുമാനിച്ചുറച്ചു. റോയി കുഞ്ഞിൻ്റെ കയ്യും പിടിച്ച് ഞാൻ നടന്നു നീങ്ങുന്നത് മരണത്തിലേക്കാണെന്ന് അവനറിയില്ലായിരുന്നു ടീച്ചർ. പക്ഷേ ഞങ്ങളുടെ വിധി മറ്റൊന്നായിരുന്നു. മരിക്കാനായി ഇറങ്ങി പുറപ്പെട്ട ഞങ്ങൾ ചെന്നെത്തിയത് സിസ്റ്റർ വിമലയുടെ കൈകളിൽ. ഞാൻ എൻ്റെ നിയോഗം തിരിച്ചറിയുകയായിരുന്നു ടീച്ചർ. അന്നത്തെ 13 വയസ്സുകാരി റീന എന്ന പെൺകുട്ടി കർത്താവിൻ്റെ മണവാട്ടിയായി, മദർ മാർഗരറ്റായി, അനാഥരുടെ അമ്മയായി. ആ അനുജൻ? അവനെ ഞാൻ പഠിപ്പിച്ചു. വലിയൊരു ഡോക്ടറാണെന്ന് റോയ് കുഞ്ഞ്. കൽക്കട്ടയിലെ മദർ തെരേസ മിഷൻ ഹോസ്പിറ്റലിൽ കാർഡിയോളജി വിഭാഗം തലവൻ. അന്ന് ദൈവം സിസ്റ്റർ വിമലയുടെ രൂപത്തിലെത്തി ഞങ്ങളെ മരണത്തിൽ നിന്നും പിന്തിരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ സേവനം ഇന്ന് ഈ അനാഥ കുഞ്ഞുങ്ങൾക്ക് കിട്ടുമായിരുന്നോ? നിർധനരും നിരാലംബരുമായ രോഗികൾക്ക് ഈ പരിചരണം ലഭിക്കുമായിരുന്നോ ടീച്ചർ? ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സംതൃപ്തി എത്രയാണെന്ന് ടീച്ചറിനറിയാമോ? അതുപോലെ ടീച്ചർക്കും ചില കടമകൾ കൂടി ബാക്കിയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ മരണത്തിൻ്റെ വക്കിൽ നിന്നും സ്നേഹമോൾ ഒരിക്കലും വന്ന് ടീച്ചറെ പിന്തിരിപ്പിക്കില്ലായിരുന്നു. നാളെ ജീർണിച്ചു മണ്ണടിഞ്ഞു പോയേക്കാവുന്ന നമ്മുടെ ഈ ശരീരം കൊണ്ട് ഇന്ന് നമ്മുടെ സഹജീവികൾക്ക് എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ആത്മാവിൻ്റെ കവചമായ ഈ ശരീരം ഉപേക്ഷിച്ചു പോകുന്ന നാളിൽ നമുക്ക് ഒരിക്കലും ദുഃഖവും നിരാശയും ഒന്നും തോന്നില്ല ടീച്ചർ. ടീച്ചർ സമാധാനമായി ചിന്തിക്ക്. ദൈവം എന്നും കൂടെയുണ്ടെന്ന് വിശ്വസിക്ക്. അവൻ ഒരിക്കലും നമ്മെ കൈവിടില്ല. മദറേ, ഞാൻ എവിടെയെല്ലാം തിരക്കിയെന്ന് അറിയാമോ? എന്താ ബേലിപ്പോസേ? ആശുപത്രിയിലേക്കുള്ള ചോറുമതി തികഞ്ഞില്ല.
ഒടുവിൽ ഞാൻ ഹോട്ടലിൽ നിന്ന് മേടിച്ചു കൊടുക്കേണ്ടി വന്നു. അവിടെ കാശും കൊടുത്തിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫിലിപ്പോസേ. അയ്യോ, കർത്താവാണ് ഉള്ളതാണ്. ഫിലിപ്പോസ് നുണ പറയുകയില്ല. ഓ, അപ്പോ സ്നേഹമോള് നുണ പറയോ? അയ്യോ, പറയും. സ്നേഹമോളിപ്പോ വന്ന് നാക്കെടുത്ത നുണയേ പറയൂ. മദർ മോളെ ഒന്ന് താക്കീത് ചെയ്യണം. കൊച്ചുകുട്ടിയല്ലേ, ചൊട്ടയിലെ ശീല ചുടല വരെ. അത് ശരിയാ. അതുകൊണ്ടാ പലതും ഞാനും കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കുന്നത്. ജാത്യാലുള്ളത് തൂത്താ പോവില്ലെന്നും ഉണ്ടല്ലോ. നാളെ മുതല് എത്ര പേർക്കുള്ള പൊതി വേണമെന്ന് അറ്റൻഡറുടെ കയ്യിൽ നിന്നും കണക്ക് കൊണ്ടുവന്നിട്ട് ചോറ് കൊണ്ടുപോയാൽ മതി. അതിന് വേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സാത്താന്റെ സന്തതിയെ കൊണ്ട് ജീവിക്കാൻ വയ്യെന്നായല്ലോ കർത്താവേ. ഇതാ ടീച്ചറല്ലേ, കാണാതായ ടീച്ചർ. അതെ ഇത്. അയ്യോ, ഇത് അവര് തന്നെ. മദറേ,